ഹായ്. ഇനി PSCയിൽ റീസെൻ്റ്ലി വരാനിരിക്കുന്ന ഒരു എക്സാമാണ് നമ്മുടെ കമ്പനി ബോർഡ് LGS എക്സാം അല്ലേ. അത് എല്ലാവർക്കും എഴുതാൻ കഴിയുന്നൊരു എക്സാമാണ്. അതുപോലെ അത് നേരിട്ട് എന്താണ് മെയിൻസിലേക്കാണുള്ളത്, പ്രിലിംസ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു കാര്യവുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഈ ഒരു എക്സാമിന് പ്രിപ്പറേഷൻ നടത്തുന്നവർ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ SCERT ടെക്സ്റ്റ് ബുക്ക് പഠിച്ച് തീർക്കുക. അതായത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യുക, നല്ല വൃത്തിക്ക് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കുക. അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു PYQ പുസ്തകം കയ്യിലുണ്ടാവും. അപ്പോൾ PYQ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതോടൊപ്പം അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടെ എന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കടന്നു പോകും. അതൊരു ടോപ്പിക്ക് പഠിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരു 10 ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുമ്പോൾ ഈ 10 വ്യത്യസ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു നേരം കൊണ്ട് എന്ത് ചെയ്യും, പഠിച്ചെടുക്കും. അപ്പോൾ ഈ PYQ വിത്ത് എക്സ്പ്ലനേഷൻ ചെയ്യുമ്പോൾ വളരെ നല്ല ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് അത്. പിന്നെ രണ്ടാമത് പറയുന്നത്, നിങ്ങളുടെ സിലബസിൽ നോക്കുമ്പോൾ നമുക്ക് ഇംഗ്ലീഷും മലയാളവും ഇല്ല. അപ്പോൾ ഇംഗ്ലീഷും മലയാളം ഒഴിച്ച് നിർത്തിയാൽ അതിന് പകരം വരുന്നത് കറണ്ട് അഫേഴ്സ് 20 മാർക്കിന് വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ മാത്സ് ഉണ്ട്. അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് നിങ്ങൾക്കറിയാം, ആനുകാലികളായിട്ട് പല കാര്യങ്ങളാണ് വരിക അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനുള്ള സോഴ്സ് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾ യൂട്യൂബ് ചാനലായിട്ടും അങ്ങനെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം, പ്രയോജനം. അതായത് കറണ്ട് അഫേഴ്സിന് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നാണിത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കും കറണ്ട് അഫേഴ്സും എന്ത് ചെയ്യാം, നിങ്ങൾ നല്ലോണം പഠിച്ചു പോവാം. അപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും, ഷുവറാണ്. അതുപോലെ തന്നെ പിന്നെ ഇതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ചിലർ ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി പഠിച്ചവരായിരിക്കാം, ചിലപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലൂടെ പോയിട്ടും പഠിച്ചവരുണ്ടായിരിക്കും, ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളുണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് എന്തായാലും SCERT ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയെങ്കിലും എന്ത് ചെയ്യാം, അവർ കംപ്ലീറ്റ് ആക്കുക. അതുപോലെ മറ്റവർക്ക് പിന്നെ PYQ എന്നൊരു വിഷയമായിരിക്കില്ല, അവർക്ക് പഠിച്ച കാര്യങ്ങളായതുകൊണ്ട് ഒരു റിവിഷനാണ് വരിക അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അതായത് ഒരുപാട് കാലം PSC എക്സാമിന് ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല, ഞാനിങ്ങനെ ലിസ്റ്റിൽ വന്നു, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ചാനൽ ഈ ഒരു കാര്യം പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.